Hello my dear friends, welcome back. Yes, improvement examine ആവശ്യമായ ബയോളജി ചാപ്റ്റേഴ്സിൻ്റെ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻസിലാണ് നമ്മളുള്ളത്. ഇന്ന് ബോട്ടണിയിൽ നിന്ന് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന പേരുള്ള നല്ല വെയിറ്റേജ് ഓഫ് മാർക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ചാപ്റ്ററുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, without any detailed introduction, let me go to the first question from the chapter Respiration in Plants. The very first question, aerobic respiration and anaerobic respiration starts with a common pathway. Identify the pathway and its end products. Respiration basically ഒരു കാറ്റബോളിക് പ്രോസസ് എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിരുന്നതെങ്കിലും മോർ ഓവർ കാറ്റബോളിസം അതൊരു ആംഫിബോളിക് റിയാക്ഷനാണ്. റിയലി ഇതൊരു ആംഫിബോളിക് റിയാക്ഷനാണ്. ആംഫിബോളിസമാണ് ആക്ച്വലി കാറ്റബോളിസം എന്നതിനേക്കാൾ. ഇതൊരു ഡിസ്ട്രക്ഷനും കൺസ്ട്രക്ഷനും ഒരുമിച്ച് നടക്കുന്ന ഒരു റിയാക്ഷനാണ്. ആ റെസ്പിറേഷനിൽ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് എന്ന പേരുള്ള ദ സോ കോൾഡ് ഫുഡ് അത് സെല്ലിനകത്ത് വെച്ച് ഓക്സിഡൈസ് ചെയ്യപ്പെടും, എന്നിട്ട് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ബേസിക്കലി റെസ്പിറേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്സിജൻ്റെ പ്രസൻസിൽ നടക്കുന്ന എയറോബിക് റെസ്പിറേഷനും ഉണ്ട്. ഓക്സിജൻ്റെ ആബ്സെൻസിൽ നടക്കുന്ന അൺഎയറോബിക് റെസ്പിറേഷനും ഉണ്ട്. ഈ അൺഎയറോബിക് റെസ്പിറേഷൻ മൈക്രോബുകളൊക്കെ നടത്തുമ്പോൾ ഫെർമെൻറ്റേഷൻ എന്നാണ് വിളിക്കാറ്. ഫെർമെൻറ്റേഷൻ, ദ അൺഎയറോബിക് റെസ്പിറേഷൻ done by microbes called the fermentation. അതിലെ എയറോബിക് റെസ്പിറേഷനിലും അനേറോബിക് റെസ്പിറേഷനിലും കോമൺ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. അത് കോമൺ സ്റ്റെപ്പിൻ്റെ പേര് ഗ്ലൈക്കോലൈസിസ് എന്നാണ്. ഗ്ലൈക്കോലൈസിസ്, ഗ്ലൈക്കോസ് എന്ന് പറഞ്ഞാൽ ഷുഗർ ആണ്, ലൈസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ആണ്. സോ സ്പ്ലിറ്റിംഗ് ഓഫ് ഷുഗർ, ഗ്ലൂക്കോസിൻ്റെ സ്പ്ലിറ്റിംഗ് ഓഫ് ഷുഗർ, അതാണ് ഗ്ലൈക്കോലൈസിസ്. അത് നടക്കുന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എവിടെ വെച്ച് നടക്കുമെന്ന് ചോദിച്ചാൽ അത് നടക്കുക സൈറ്റോപ്ലാസമിലാണ്. സൈറ്റോപ്ലാസമിൽ വെച്ചാണ് ഗ്ലൈക്കോലൈസിസ് നടക്കുക. ഗ്ലൈക്കോലൈസിസിനെ വിളിക്കാറുള്ള മറ്റൊരു പേര് EMP പാത്വേ എന്നാണ്. കാരണം അത് ഡിസ്കവർ ചെയ്ത 3 സയൻറ്റിസ്റ്റുകളുടെ സർനെയിമുകളുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ്. ഗസ്താവ് എംജൻ, അതിനാണ് E. ഒട്ടോ മേയർഹോഫ്, അതാണ് M, മേയർഹോഫ്. ജെ പർനാസിന്റെ P, EMP പാത്വേ എന്നതിനെ വിളിക്കാറുണ്ട്. സൈറ്റോപ്ലാസമിലാണ് നടക്കുക. എയറോബിക് റെസ്പിറേഷനിലും അനഎയറോബിക് റെസ്പിറേഷനിലും കോമൺ ആണ്. അവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്? ഒരേ ഒരു മോളിക്യൂൾ 6 കാർബണുകളുള്ള ഗ്ലൂക്കോസ്, ഒരു ഗ്ലൂക്കോസ്, സിംഗിൾ മോളിക്യൂൾ ഗ്ലൂക്കോസ് ബെയറിംഗ് 6 കാർബൺ, 6 കാർബണുള്ള ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 മോളിക്യൂളുകളാക്കി മാറ്റും. 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ്സ് ആക്കി മാറ്റും. പൈറുവിക് ആസിഡ്സ് അല്ലെങ്കിൽ പൈറുവേറ്റ്സ് എന്ന് വിളിക്കാം. അവർക്ക് 3 കാർബൺ വീതമാണ് ഉണ്ടാവുക. 6 കാർബണുള്ള ഒരു ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 മോളിക്യൂൾ 3 കാർബൺ വീതമുള്ള പൈറുവിക് ആസിഡ്സ് അഥവാ പൈറുവേറ്റ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് glycolysis, splitting of sugar. This step is common in both aerobic and anaerobic respirations and its site is the cytoplasm. Question എന്തൊക്കെയാ? Aerobic respiration and anaerobic respiration starts with a common pathway. Identify the pathway. Glycolysis, the EMP pathway, and its end products pyruvic acids. Glycolysis and the end products are pyruvic acids. Okay, yeah, let us see the next question. Anaerobic respiration is also occurs in animal cells. Suggest an occasion for this എന്നാണ് ക്വസ്റ്റ്യൻ. അനേറോബിക് റെസ്പിറേഷൻ്റെ വേറൊരു പേരാണല്ലോ മക്കളെ എന്ത്? ഫെർമെൻറ്റേഷൻ. ഫെർമെൻറ്റേഷൻ തന്നെ വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. അതിലൊന്നിൻ്റെ പേര് ലൈക്ക് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്നാണ്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ മൈക്രോ ഓർഗാനിസമുകളിൽ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ചെയ്യാറുള്ളത് ഡൺ ബൈ ഈസ്റ്റ് ആണ്. ഈസ്റ്റ് സാക്കരമൈസസ് എന്ന ഫംഗസ് അത് ചെയ്യും. അത് നടക്കുന്നതാവട്ടെ ഫോർ ബേക്കിംഗ് ആൻഡ് ബ്രൂവിംഗ് ആണ്. ബേക്കറി ഇൻഡസ്ട്രിയിൽ ബേക്കിങ്ങിന് വേണ്ടിയും ബിവറേജ് ഇൻഡസ്ട്രിയിൽ ആൽക്കഹോൾ പ്രൊഡക്ഷന് വേണ്ടി ബ്രൂവിങ്ങിലും ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ നടക്കും.
നടത്തുന്നത് ഈസ്റ്റ് ആണ്. Saccharomyces francus ആണ്. Another type of fermentation is said to be lactic acid fermentation. Lactic acid fermentation. Lactic acid fermentation നടക്കാൻ ചാൻസ് ഉള്ളത് രണ്ടിടങ്ങളിലാണ്. ഒന്ന്, മിൽക്ക് ഇൻഡസ്ട്രിയിൽ കേർഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലാക്ടോബാസിലസ് ബാക്ടീരിയത്തിൻ്റെ സഹായത്താൽ നടക്കാം. കൂടാതെ അനിമൽ മസിൽസിൽ നടക്കാം, അനിമൽ സെൽസിൽ നടക്കാം, അനിമൽ മസിൽസിൽ ഇത് നടക്കാം. എപ്പോൾ? when the level of oxygen is depleted, സിവിയർ ആയി എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അനിമൽ മസിൽസിൽ, ഹ്യൂമൻ മസിൽസിലൊക്കെ ഓക്സിജൻ്റെ അളവ് ആവശ്യത്തിനേക്കാൾ താഴ്ന്നു പോകുമ്പോൾ, ഓക്സിജൻ ലെവൽ ഡിപ്ലീറ്റഡ് ആകുമ്പോൾ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കും. ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത് മസിൽ ഫെറ്റിഗിന് കാരണമാവും. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. Anaerobic respiration is also occurs in animal cells. അത് lactic acid fermentation ആണ്. Suggest an occasion for this severe exercise. Okay. Moving on, the next question. Fill in the blanks. The number of carbon atoms in acetyl coenzyme A which take part in Krebs cycle is. Yeah, my dear ones. നമ്മുടെ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോലൈസിസ് ആണെന്ന് പറയണ്ടായി. അവിടെ ഒരു സിംഗിൾ മോളിക്യൂൾ 6 കാർബണുകളുള്ള ഗ്ലൂക്കോസിനെ പാർഷ്യലി ഓക്സിഡൈസ് ചെയ്ത് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ്സ് അഥവാ പൈറുവേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. 2 പൈറുവിക് ആസിഡ്സ് ഉണ്ടാവും, 2 പൈറുവേറ്റ്സ് ഉണ്ടാവും. അവർക്ക് 3 കാർബൺ വീതമാണ്. 3 കാർബൺ കോമ്പൗണ്ട്സ് ആണ് അല്ലേ? ആ 3 കാർബണുള്ള പൈറുവിക് ആസിഡ്സിന് ഇനി ഒരു ഡീകാർബോക്സിലേഷൻ നടക്കും. അഥവാ 3 കാർബണിൽ നിന്ന് 1 കാർബണിനെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിൽ റിലീസ് ചെയ്യും. ഓക്കെ, ആ റിലീസ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേരാണ് അസറ്റൈൽ കോഎൻസൈം എ. അസറ്റൈൽ കോഎൻസൈം എ. അസറ്റൈൽ കോഎൻസൈം എക്ക് എത്ര കാർബൺ ഉണ്ട് എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതപ്പോൾ ഇനിയുള്ളത് 2 കാർബൺ ആണ്. 3 കാർബണുള്ള പൈറുവിക് ആസിഡുകൾ ഓരോ കാർബണുകളെ വീതം ഡീകാർബോക്സിലേഷൻ ചെയ്യും. ലിങ്ക് റിയാക്ഷൻ എന്നാണ് ആ സ്റ്റെപ്പിന്റെ പേര്. പൈറുവേറ്റ് ഓക്സിഡേഷൻ എന്നോ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്നോ ലിങ്ക് റിയാക്ഷൻ എന്നോ വിളിക്കാം. പൈറുവേറ്റ് ഓക്സിഡേഷൻ എന്ന് വിളിക്കാൻ കാരണം ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് വിളിക്കുന്നത് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന ഓക്സിഡേഷനോടൊപ്പം കാർബണിനെയും റിമൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. ലിങ്ക് റിയാക്ഷൻ എന്ന് വിളിക്കാൻ കാരണം ഗ്ലൈക്കോലൈസിസിന്റെ പ്രൊഡക്റ്റായ പൈറുവിക് ആസിഡിനെ ഇനി ഈ അസറ്റൈൽ കോഎൻസൈം എ വേണം സൈക്ലിക് റിയാക്ഷനായ ക്രബ് സൈക്കിളിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുക? ലിങ്ക് റിയാക്ഷൻ. ഓക്കെ, ആ അസറ്റൈൽ കോഎൻസൈം എക്ക് എത്ര കാർബൺ ഉണ്ടെന്നത് മാത്രമാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അത് 2 കാർബൺ ആണെന്ന് മറക്കാതിരുന്നാൽ മതി. ഓക്കെ, ഗ്ലൂക്കോസിന് 6 കാർബൺ, സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയ 2 പൈറുവിക് ആസിഡുകൾക്ക് 3 കാർബൺ വീതം, അതിൽ നിന്ന് ഓരോ കാർബണിനെ റിമൂവ് ചെയ്തുണ്ടാവുന്ന അസറ്റൈൽ കോഎൻസൈം എകൾക്ക് 2 വീതം കാർബൺ ആണ്. ഓക്കെ, ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. Complete oxidation of organic substance in the presence of oxygen is. Complete oxidation ആണ് aerobic respiration. കംപ്ലീറ്റ് ഓക്സിഡേഷൻ അതാണ് എയറോബിക് റെസ്പിറേഷൻ. ഓക്സിജന്റെ പ്രസൻസിലേ അത് നടക്കാറുള്ളൂ. അതേസമയം അനെയറോബിക് റെസ്പിറേഷൻ എന്നോ അല്ലെങ്കിൽ ഫെർമെന്റേഷൻ എന്നോ വിളിക്കുന്നത് അത് അനെയറോബിക് റെസ്പിറേഷൻ ആണ്. ഓക്സിജന്റെ ആബ്സെൻസിലാണ്. അനെയറോബിക് റെസ്പിറേഷൻ എന്നാണ് പേര്. അനെയറോബിക് റെസ്പിറേഷൻ മൈക്രോബ്സ് ചെയ്യുമ്പം ഫെർമെന്റേഷൻ എന്നാണ് വിളിക്കാറ്. അത് പാർഷ്യൽ ഓക്സിഡേഷൻ ആണ്. അത് വെറും പാർഷ്യൽ ഓക്സിഡേഷൻ ആണ്. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അത് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നതിന്റെ പേരെന്താണെന്നാണ്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് എയറോബിക് റെസ്പിറേഷൻ. അതിന്റെ പേരാണെന്ത്? എയറോബിക് റെസ്പിറേഷൻ. യാ, എയറോബിക് റെസ്പിറേഷൻ. പാർഷ്യൽ ഓക്സിഡേഷൻ നടക്കുന്നതാണ് അനെയറോബിക് റെസ്പിറേഷൻ. അത് എക്സ്റ്റേണൽ ഓക്സിജന്റെ പ്രസൻസിലല്ല. അതാണ് anaerobic respiration, the same done by microbes called the fermentation. Okay, yeah, here is the next question. Choose the correct answer. The RQ. RQ എന്നത് എന്താണ് മക്കളെ? റെസ്പിറേറ്ററി കോഷ്യന്റ് എന്നാണ് വാക്ക്. അതെന്താ? വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ്ഡ്. വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ്ഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഓക്സിജൻ consumed. Volume of
carbon dioxide evolved divided by volume of oxygen consumed in respiration called the respiratory quotient RQ. ഇവിടെ തന്ന ഓപ്ഷനുകളിൽ ഒന്ന് 0.9 എന്ന വാല്യൂ ആണ്, വേറൊന്ന് 1 എന്ന വാല്യൂ ആണ്, ദെൻ 0 ഉണ്ട് ആൻഡ് ആസ് വെൽ 0.7 ഉണ്ട്. ഓരോന്നും ആരുടേതാണെന്ന് അന്വേഷിച്ചാൽ 0.9 പ്രോട്ടീൻസിന്റെ RQ വാല്യൂ ആണ്. പ്രോട്ടീൻസിന്റെ RQ വാല്യൂ 0.9 ആണ്. ലെസ് ദാൻ 1 ആണ്, 0.9 ആണ്. ആൻഡ് ഫോർ കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് ഷുഗേഴ്സ്, കാർബോഹൈഡ്രേറ്റ്സിന്റെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, വട്ടവർ കാർബോഹൈഡ്രേറ്റ്സിന്റെ RQ വാല്യൂ 1 ആണ്. അഥവാ ഇവോൾവ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ അളവും സെയിം ആയിരിക്കും. ആൻഡ് 0 അത് ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ്റെതാണ്. ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുമ്പോഴാണ്, അഥവാ അനേറോബിക്കായി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുമ്പോഴാണ് നമ്മൾ വാല്യൂ 0 എന്ന് പറയാറ്. ആൻഡ് 0.74 ഫാറ്റി ആസിഡ്സിനാണ്. ഫാറ്റി ആസിഡ്സ് ലൈക്ക് ട്രൈപാൽമിറ്റിൻ അവർക്ക് 0.7 ആണ് RQ വാല്യൂ. 0.9ഉം 0.7ഉം 0നേക്കാൾ താഴെയാണല്ലോ, നോ 1നേക്കാൾ താഴെയാണല്ലോ. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് മക്കളെ? അവിടെ പുറത്തേക്ക് ഇവോൾവ് ചെയ്യുന്ന കാർബണിന്റെ അളവ് യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ അളവിനേക്കാൾ കുറച്ച് കുറവാണെന്നതാണ് അല്ലേ? യെസ്, ഇതാണ് RQ വാല്യൂ. And now analyze the given statements and correct them with respect to the underlined words. Respiration is an anabolic pathway. അല്ല, അനബോളിക് പാത്വേ എന്നത് അവിടെ റോങ് ആണ്. റെസ്പിറേഷനെ പണ്ട് കാറ്റബോളിക് പാത്വേ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ മോർ ഓവർ കാറ്റബോളിസം സത്യത്തിൽ അത് ആംഫിബോളിക് പാത്വേ ആണ്, ആംഫിബോളിസം ആണ്. NCERT-യിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അതിനെ കാറ്റബോളിസം എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ചാപ്റ്ററിന്റെ എൻഡിൽ അത് ആംഫിബോളിക് പാത്വേ എന്ന് പറഞ്ഞാണ് അതിനെ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സെക്കൻഡ് വൺ, the site of perception of light by plant എന്നാണ് ഉദ്ദേശിച്ചത്. perception of light by plant for a photoperiodic response അഥവാ photoperiodism. ചാപ്റ്റർ ആക്ച്വലി പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അവിടെ ലൈറ്റിനെ പെർസീവ് ചെയ്യുന്നത് ഫ്ലവർ അല്ല, പകരം ലീവ്സ് ആണ്. ലൈറ്റ് ഈസ് പെർസീവ്ഡ് ബൈ ലീവ്സ് ആണ്, ഇലകളാണ് ലൈറ്റിന്റെ ഡ്യൂറേഷനെ പെർസീവ് ചെയ്യുക. സോ റെസ്പിറേഷൻ ബേസിക്കലി ഒരു കാറ്റബോളിക് പ്രോസസ് ആണ്. ബെറ്റർ ടേം ആംഫിബോളിസം എന്നാണ്. ലൈറ്റിനെ പെർസീവ് ചെയ്യുന്നത് പ്ലാന്റ്സിന്റെ ലീവ്സ് ആണ്. ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഫേറ്റ് ഓഫ് പൈറുവിക് ആസിഡ് ഇൻ റെസ്പിറേഷൻ. നിങ്ങൾക്ക് അറിയുന്നത് പോലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ റെസ്പിറേഷനിൽ ഏത് ടൈപ്പ് ആയാലും ശരി, അതിന്റെ ബേസിക് ആയ ഫസ്റ്റ് സ്റ്റെപ്പ് കോമൺ ഇൻ ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻസ് ആണ്. അവിടെ 1 മോളിക്യൂൾ 6 കാർബൺ ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? 6 കാർബണുകളുള്ള ഗ്ലൂക്കോസിനെ പാർഷ്യലി ഓക്സിഡൈസ് ചെയ്തിട്ടാണ് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ്സ് അഥവാ പൈറുവേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. പൈറുവിക് ആസിഡ്സ് ആണ് ഫോം ചെയ്യുക, പൈറുവേറ്റ്സ് ആണ് ഫോം ചെയ്യുക. പൈറുവിക് ആസിഡ്സ് 2 എണ്ണം ഉണ്ടാവും. പൈറുവിക് ആസിഡുകളുടെ കാർബൺ നമ്പർ 3 കാർബൺ ആണ്. 3 കാർബൺ വീതമുള്ള 2 പൈറുവിക് ആസിഡ്സ് ആണ് ഫോം ചെയ്യുക. ആ പൈറുവിക് ആസിഡുകൾക്ക് 3 ഫേറ്റ്സ് ആണ് മക്കളെ ഉള്ളത്. ഇവിടെ ഇനി 2 എഴുതാനേ പറഞ്ഞുള്ളൂ. ആക്ച്വലി ഈ പൈറുവിക് ആസിഡ്സിന് 3 ഫേറ്റ്സ് ഉണ്ട് സെൽസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്. 3 ഫേറ്റുകളിൽ ആദ്യത്തേതിന്റെ പേര് അത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്നാണ്. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ഒരു കൈൻഡ് ഓഫ് അനേറോബിക് റെസ്പിറേഷൻ ആണ്. പേര് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്നാണ്. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ഈസ്റ്റ് ആണ് ചെയ്യാറ്. അത് ബേക്കിങ്ങിലും ബ്രൂവിങ്ങിലും ഒക്കെയാണ് നടക്കാറ്. രണ്ടാമത്തെ ഫേറ്റ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ആണ്. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ അതും ഒരു ഫെർമെന്റേഷൻ ആണ്, അഥവാ അതും ഒരു പാർഷ്യൽ ഓക്സിഡേഷൻ ആണ്, ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ്. അതിന്റെ പേര് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നാണ്. certain bacteria like lactobacillus അത് ചെയ്യാം. അനിമൽ മസിലുകളിൽ സിവിയർ എക്സസൈസ് സമയത്ത് ഓക്സിജൻ ലെവൽ ഡിപ്ലീറ്റ് ചെയ്യുമ്പോഴും മസിൽ ഫെറ്റിഗിന് കാരണമാകുന്ന ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കാം. ആൻഡ് ദ തേർഡ് വൺ അത് എയറോബിക് റെസ്പിറേഷൻ ആണ്. അതൊരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ്. പേര് എയറോബിക് റെസ്പിറേഷൻ എന്നാണ്. അത് എക്സ്റ്റേണൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയ ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമാണ് നടക്കാറ്. സോ ഇനി 2 എഴുതാനേ പറഞ്ഞുള്ളൂ. ആക്ച്വലി 3 ഫേറ്റ്സ് ഉണ്ട്. അത് 3 നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. Listen. The following compounds are intermediates in glycolysis or in Krebs cycle.
ചില പ്രൊഡക്ട്സ് ഒക്കെ ഗ്ലൈക്കോലൈസിസിലേതാണ്, വേറെ ചില പ്രൊഡക്ട്സ് ഒക്കെ ക്രബ് സൈക്കിളിൻ്റെതാണ്. റൈറ്റ് ദം ഇൻ പ്രോപ്പർ കോളം ഓഫ് ദ ടേബിൾ എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തേത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്നതാണ്. ഗ്ലൂക്കോസിൽ തുടങ്ങി ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി ഐസോമറൈസ് ചെയ്ത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആകുന്നതൊക്കെ ഗ്ലൈക്കോലൈസിസിന്റെ ഭാഗത്താണ് അല്ലേ. അതുകൊണ്ട് ഗ്ലൈക്കോലൈസിസിൽ ലിസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരാളാണ് ആര്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് അത് ഗ്ലൈക്കോലൈസിസിന്റെ പാർട്ടാണ്. സിട്രിക് ആസിഡ് ക്രബ് സൈക്കിളിന്റെ വേറെ പേരാണ് എന്ത്? സിട്രിക് ആസിഡ് സൈക്കിൾ. ക്രബ് സൈക്കിളിന് ക്രബ് സൈക്കിൾ എന്ന് പേരിട്ടത് എന്തുകൊണ്ടാ? അത് കണ്ടെത്തിയത് ഹാൻസ് ക്രബ് എന്ന സയന്റിസ്റ്റ് ആയതുകൊണ്ടാണ്. അതിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആണ് മക്കളെ ആര്? അത് ലൈക്ക് സിട്രിക് ആസിഡ്. അതുകൊണ്ട് സിട്രിക് ആസിഡ് എന്നത് ഇവിടെ ലിസ്റ്റ് ചെയ്യണം. സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് ക്രബ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയ 6 കാർബൺ ആസിഡ് ആണ്. ഇനിയോ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്, അതിനെ നമ്മൾ PEP എന്ന് എഴുതാറ്. അത് ഗ്ലൈക്കോലൈസിസിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആണ്. ഫൈനൽ പ്രൊഡക്റ്റ് ആയ പൈറുവിക് ആസിഡ് ആവുന്നതിന്റെ തൊട്ട് മുമ്പത്തെ പ്രൊഡക്റ്റ് ആണ് ഫോസ്ഫൈനോൾ പൈറുവിക് ആസിഡ്. ഫോസ്ഫൈനോൾ പൈറുവേറ്റ് ഗ്ലൈക്കോലൈസിസിലേതാണ്. മാലിക് ആസിഡ് ആവട്ടെ, മാലേറ്റ് എന്ന മാലിക് ആസിഡ് ആവട്ടെ ക്രബ് സൈക്കിളിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആണ് അല്ലെ. സക്സനിക് ആസിഡ് കഴിഞ്ഞ് ഫിമറിക് ആസിഡ് കഴിഞ്ഞ് മാലിക് ആസിഡ്. സോ ഇങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fermentation is the incomplete oxidation of pyruvic acid. Find the difference between two types of fermentations in microorganisms. രണ്ട് ടൈപ്പ് ഫെർമെന്റേഷനുകളിൽ ഒന്നാമത്തതിന്റെ പേരാണ് മക്കളെ ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് വെച്ചോ. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനിൽ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ certain bacteria like lactobacillus അനിമൽ മസിലുകളിൽ ഓക്സിജൻ ലെവൽ ഡിപ്ലീഷൻ നടക്കുമ്പോഴൊക്കെ സംഭവിക്കാറുള്ളതാണ്. ആകെ 2 പൈറുവിക് ആസിഡ്സ് ആണല്ലോ ഉണ്ടാവുക. ഒരു ഗ്ലൈക്കോലൈസിസ് നടന്നാൽ 2 പൈറുവിക് ആസിഡ്സ് ആണ് ഉണ്ടാവുക. അതിലെ ഓരോ പൈറുവിക് ആസിഡിലും 2 എണ്ണത്തിലും അതെ 3 വീതം കാർബൺ ആണ് ഉണ്ടാവുക. 3 കാർബൺ കോമ്പൗണ്ട് ആണ് പൈറുവിക് ആസിഡ്സ്. ആ പൈറുവിക് ആസിഡുകൾക്ക് ഇനി നടക്കാൻ പോണത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നടക്കും. ഓക്കെ, ഹൈഡ്രജൻ ആഡ് ചെയ്യും. 2 പൈറുവിക് ആസിഡുകൾക്ക് റിഡക്ഷൻ നടക്കാൻ 2 NADHകളെ സ്പെൻഡ് ചെയ്ത് തീർക്കും. എന്നിട്ട് പ്രോഡക്ട്സ് ആയിട്ട് 2 ലാക്ടിക് ആസിഡുകൾ ഫോം ചെയ്യും. ലാക്ടിക് ആസിഡ് ഫോം ചെയ്യും. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പൈറുവിക് ആസിഡിന് 3 കാർബൺ ആയതുപോലെ തന്നെ ലാക്ടിക് ആസിഡുകൾക്ക് 3 കാർബൺ വീതം തന്നെയാണ്. അതുകൊണ്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും റിലീസ് ചെയ്യുന്നില്ല. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനിൽ ഓക്സിജൻ അപ്ടേക്കും ഇല്ല, കാർബൺ റിലീസും ഇല്ല എന്ന് ചുരുക്കം. ഒരു ഗ്ലൂക്കോസിന് 2 പൈറുവിക് ആസിഡ്സ് ഉണ്ടാക്കും. ആ 2 പൈറുവിക് ആസിഡ്സിന് റിഡക്ഷൻ നടത്തിയിട്ട് 2 ലാക്ടിക് ആസിഡ്സ് ഫോം ചെയ്യും എന്നുള്ളതാണ്. അതിന് 2 NADHനെ സ്പെൻഡ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ കൈൻഡ് ഓഫ് അനഎറോബിക് റെസ്പിറേഷന്റെ പേരാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുമ്പോഴും ഗ്ലൈക്കോലൈസിസ് ആദ്യമേ നടക്കണം. എന്നിട്ട് 2 പൈറുവിക് ആസിഡ്സ് അഥവാ പൈറുവേറ്റ്സ് ഉണ്ടാവും. പൈറുവിക് ആസിഡുകൾക്ക് 3 കാർബൺ വീതമാണല്ലോ ഉണ്ടാവുക. ആ 3 കാർബൺ വീതമുള്ള പൈറുവിക് ആസിഡ്സ് അവര് ലൈക്ക് 2 സ്റ്റെപ്പിലാണ് ഈ പ്രോസസ്സ് നടക്കുക. ആദ്യം തന്നെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ വീതം എമിറ്റ് ചെയ്യും. അങ്ങനെ അസറ്റാൽഡിഹൈഡുകൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ 2 അസറ്റാൽഡിഹൈഡുകൾ ഉണ്ടാവും. ആ 2 അസറ്റാൽഡിഹൈഡ് കൂടാതെ അസറ്റാൽഡിഹൈഡുകൾക്ക് ഇനി റിഡക്ഷൻ നടക്കും. അതിനു വേണ്ടിയും 2 NADHകളെ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് അസറ്റാൽഡിഹൈഡുകളെ ഓൾറെഡി 2 കാർബൺ ഡൈ ഓക്സൈഡുകളെ എമിറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം അസറ്റാൽഡിഹൈഡുകൾക്ക് റിഡക്ഷൻ നടത്തിയിട്ട് എഥനോൾ ഫോം ചെയ്യും. എഥനോൾ ആൽക്കഹോൾ ഫോം ചെയ്യും. അഥവാ ഇവിടെ ഓക്സിജൻ അപ്ടേക്ക് ഇല്ലെങ്കിലും 2 കാർബൺ ഡൈ ഓക്സൈഡുകളെ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് ചുരുക്കം. ഈസ്റ്റ് ആണ് ചെയ്യാറ് ഡ്യൂറിങ് ബേക്കിംഗ് ആൻഡ് ബ്രൂവിംഗ്. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനിൽ 2 മോളിക്യൂൾ 3 കാർബൺ വീതമുള്ള പൈറുവിക് ആസിഡ്സിന് നേരിട്ട് റിഡക്ഷൻ നടന്ന് 2 മോളിക്യൂൾ 3 കാർബൺ തന്നെയുള്ള ലാക്ടിക് ആസിഡ്സ് ഫോം ചെയ്യും. ഇൻടേക്ക് ഓഫ് ഓക്സിജനും ഇല്ല, റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ഇല്ല. ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ 2 മോളിക്യൂൾ 3 വീതം കാർബണുകളുള്ള പൈറുവിക് ആസിഡ്സ് 2ൽ നിന്നും ഓരോ കാർബൺ ഡൈ ഓക്സൈഡുകളെ വീതം റിലീസ് ചെയ്യും. ആകെ 2 കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അസറ്റാൽഡിഹൈഡുകൾ ഫോം ചെയ്യും. അസറ്റാൽഡിഹൈഡുകൾക്ക് റിഡക്ഷൻ നടന്നിട്ട് അത് 2 എഥനോളുകളെ പ്രൊഡ്യൂസ് ചെയ്യും.
ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 2 പൈറുവിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ നിന്ന് 2 കാർബൺ ഡൈ ഓക്സൈഡുകളും 2 എത്തനോളുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്, ഓക്സിജൻ ഉപയോഗിക്കാതെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോവിങ് ആണ്. സ്റ്റൊമാറ്റൽ ക്ലോഷർ എല്ലാ ഗേഷ്യസ് എക്സ്ചേഞ്ചിനും നടക്കാറുള്ള പ്രോസസ്സാണ്. ഇവിടെ അതിന് പ്ലാന്റ് ഗ്രോത്തിൽ നിന്നുള്ള ഒരു കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതാ അബ്സിസിക് ആസിഡ് ആണ്. അബ്സിസിക് ആസിഡ് സ്റ്റൊമാറ്റൽ ക്ലോഷറിനെ സഹായിക്കുന്ന സ്ട്രെസ് ഹോർമോൺ ആണ്. സിട്രിക് ആസിഡ് എന്നത് ക്രബ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ക്രബ് സൈക്കിളിനെ, ഹാൻഡ് സ്ക്രബ് കണ്ടുപിടിച്ച ക്രബ് സൈക്കിളിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും വിളിക്കാറുണ്ട്, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നും. ഗ്ലൈക്കോലൈസിസ് നടക്കുന്ന സൈറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്ലൈക്കോലൈസിസ് നടക്കുന്ന സ്ഥലം അത് സൈറ്റോപ്ലാസം ആണ്. കോമൺ ടു ബോത്ത് എയറോബിക് ആൻഡ് അൺഎയറോബിക് റെസ്പിറേഷൻസ് ആയ റെസ്പിറേഷന്റെ കോമൺ സ്റ്റെപ്പാണ് ഗ്ലൈക്കോലൈസിസ് എന്ന EMP pathway that takes place in the cytoplasm. ഹെറ്ററോഫില്ലി, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഹെറ്ററോഫില്ലി. അത് ലൈക്ക് പ്ലാസ്റ്റിസിറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഒരേ പ്ലാന്റിൽ തന്നെ എൻവിയോൺമെന്റൽ ചേഞ്ച് വരുമ്പോൾ അതിന് മോർഫോളജിക്കൽ ചേഞ്ചുകൾ വരുത്താനുള്ള കഴിവായ പ്ലാസ്റ്റിസിറ്റിന്റെ എക്സാമ്പിൾ ആണ് ഹെറ്ററോഫില്ലി. ഇൻ ബട്ടർ കപ്പ്, കൊറിയാൻഡർ, കോട്ടൺ, ലാക്സ്പർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഇതിൽ മാച്ച് വരിക? എത്തലിനെ മാച്ച് ചെയ്യാൻ ഇവിടെ ആരെയും കാണുന്നില്ല. ഓക്കെ, യെസ്, മൂവിങ് ഓൺ. The figure showing the pathway of a tricarboxylic acid cycle, the citric acid cycle, the TCA cycle, the Krebs cycle, which is given below. Name the compounds present in the positions of A, B, C and D. NCERT-ലുള്ള ടേംസ് എഴുതിയാൽ മതി. നോക്കൂ, ഗ്ലൈക്കോലൈസിസ് നടന്നുണ്ടായ 3 കാർബൺ കോമ്പൗണ്ട് ആണ് ഇവിടുത്തെ പൈറുവിക് ആസിഡ്സ്. അവർക്ക് ഓരോ കാർബണിനെ വീതം റിലീസ് ചെയ്തത് കൊണ്ട്, ഓരോ കാർബൺ ഡൈ ഓക്സൈഡുകളെ റിലീസ് ചെയ്തത് കൊണ്ട് ഫോം ചെയ്യുന്നതാണ് 2 കാർബൺ കോമ്പൗണ്ട് ആയ അസറ്റൈൽ കോഎൻസൈം എ. അവിടെ കാർബൺ എമിഷൻ നടക്കുന്നുണ്ട്. 2 കാർബൺ ആറ്റംസ് ഉള്ള അസറ്റൈൽ കോഎൻസൈം എ ഒരു 4 കാർബൺ കോമ്പൗണ്ടുമായി ഫിക്സ് ചെയ്ത് കിട്ടുന്ന, കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ് എ. അത് തീർച്ചയായും ക്രബ് സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആണ്. അതിന്റെ പേര് സിട്രിക് ആസിഡ് എന്നാണ്. സിട്രിക് ആസിഡ്, സിട്രേറ്റ് എന്നൊക്കെ വിളിക്കാം. അവിടെ നിന്ന് വീണ്ടും ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ എമിറ്റ് ചെയ്തിട്ടാണ് 5 കാർബൺ കോമ്പൗണ്ട് കിട്ടുക, അല്ലേ? അതാണ് ബി. ക്രബ് സൈക്കിളിലെ ഒരേ ഒരു 5 കാർബൺ കോമ്പൗണ്ട് അത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആണ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് അല്ലെങ്കിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് എന്ന് പറയാം. അയാൾ വീണ്ടും ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂടിയൊക്കെ എമിറ്റ് ചെയ്ത് ഫോം ചെയ്ത ഒരു പ്രൊഡക്റ്റിലാണ്, ഒരു ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ഒക്കെ കഴിഞ്ഞാണ് 4 കാർബണുള്ള സക്സിനിക് ആസിഡ് ഉണ്ടാവുക. സക്സിനിക് ആസിഡ് കഴിഞ്ഞ് ആക്ച്വലി ഫിമറിക് ആസിഡ് ഉണ്ടാവുന്നുണ്ടെങ്കിലും NCERT-ന്റെ ഫിഗറിൽ ഫിമറിക് ആസിഡിനെ മെൻഷൻ ചെയ്യാതെയാണ് 4 കാർബണായ മറ്റൊരു ഓർഗാനിക് ആസിഡിനെ മെൻഷൻ ചെയ്തത്. അത് മാലിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് എന്ന മാലിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് കൺവേർട്ട് ചെയ്താണ് 4 കാർബൺ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുക. അതിന്റെ പേര്, അതാണ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളതും. അയാളുടെ പേര് 4 കാർബൺ ആസിഡ് ആണ്. ഓക്സാലോ അസെറ്റിക് ആസിഡ് എന്നാണ് പേര്. ഓക്സാലോ അസറ്റേറ്റ്, ഓക്സാലോ അസെറ്റിക് ആസിഡ്, OAA. സോ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടിയിരുന്നത് എ സിട്രിക് ആസിഡ്, ബി ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, സി മാലിക് ആസിഡ് ആൻഡ് ഡി ഓക്സാലോ അസെറ്റിക് ആസിഡ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. Again Krebs cycle. Following figure shows the citric acid cycle. Identify the steps where FADH and GTP are synthesized. മക്കളെ, ഇതിൽ GTP ഉണ്ടാവുന്നത് ഒരേ ഒരു സ്റ്റെപ്പാണ്. അത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് കഴിഞ്ഞ് ആക്ച്വലി NCERT മെൻഷൻ ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു 4 കാർബൺ പ്രൊഡക്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തിട്ട്. അയാളുടെ പേര് സക്സിനൈൽ കോഎൻസൈം എ എന്നാണ്. സക്സിനൈൽ കോഎൻസൈം എ 4 കാർബൺ ഉണ്ടാവുക. സക്സിനൈൽ കോഎൻസൈം എയിൽ നിന്ന് കോഎൻസൈം എനെ റിമൂവ് ആക്കും. ഓക്കെ, ആ സമയത്ത് അവിടെയാണ് മക്കളെ എന്ത് ഫോം ചെയ്യാറ്? അവിടെയാണ് GTP ഫോം ചെയ്യാറ്. ഇവിടെയാണ് GTP ഫോർമേഷൻ നടക്കുക. GDP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി ആഡ് ചെയ്ത് GTP ഉണ്ടാവുക. ഓക്കെ, സോ GTP ഫോം ചെയ്യുന്നത്
while converting the succinyl coenzyme A into succinic acid എന്ന സ്റ്റെപ്പിലാണ്. സക്സിനിക് ആസിഡിനെ കൺവേർട്ട് ചെയ്ത് ആക്ച്വലി സക്സിനിക് ആസിഡിൽ നിന്ന് പിന്നെ ഫിമറിക് ആസിഡ് എന്ന ഒരാൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് NCERTയിലെ ഫിഗറിലില്ല. ഫിമറിക് ആസിഡ് പാരഗ്രാഫിലുണ്ട്. ഒരു 4 കാർബൺ ആസിഡ് തന്നെയാണ്. ആ സക്സിനിക് ആസിഡിനെ ഫിമറിക് ആസിഡ് ആക്കുന്ന ഈ അവസരത്തിലാണ് FADH2 ഫോം ചെയ്യുക. ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യനിലുള്ളത്. Following figure shows the citric acid cycle. Identify the steps where FADH and GTP are synthesized. The GTP is synthesized while converting succinyl coenzyme A into succinic acid, and FADH is synthesized during while converting the succinic acid into fumaric acid. എന്നാണ് എഴുതേണ്ടത്. Okay. The next question is waiting. The electron transport system that takes place in the inner mitochondrial membrane as part of aerobic respiration. Observe the figure given and fill in the blanks A, B, C and D with appropriate terms from the box given below. Yeah. നോക്കൂ, ഈ യെല്ലോ കളറിൽ എഴുതിയത് ഇവിടുത്തെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലെ കോംപ്ലക്സ് നമ്പർ 1 ആയ പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. പേര് NADH ഡീഹൈഡ്രോജിനേസ് എന്നാണ്. അതിലുള്ള ആൾക്കാര് FMN കൂടാതെ പിന്നെ A എന്ന് പറയുന്ന ഇയാളാണ്. അയാൾ മറ്റാരും അല്ല, FES ആണ്. അയൺ സൾഫർ കോംപ്ലക്സ് ആണ്. സോ A എന്ന് മെൻഷൻ ചെയ്യേണ്ടത് ആരെയാണ്? അത് FESനെയാണ്. FES എന്നത് ഇയാള്, FES ഇയാളാണ് ഇവിടുത്തെ A എന്ന് ലേബൽ ചെയ്ത സ്ഥലത്ത് എഴുതാനുള്ളത്. പിന്നെ നോക്കൂ, കോംപ്ലക്സ് നമ്പർ 1ൽ നിന്ന് ഇലക്ട്രോൺ ഇത് അങ്ങനെ പോവാണ്. NADHനെ ഓക്സിഡൈസ് ചെയ്ത ഇലക്ട്രോൺ അതിനെ ഒരാൾ എടുക്കുന്നുണ്ട്. അയാളാണ് B എന്ന് ലേബൽ ചെയ്തിട്ടുള്ളത്. അയാളാണ് പിന്നെ UQH2 ആവുക. UQH2 റിഡക്ഷൻ നടന്ന ഫോം ആണല്ലോ. അപ്പോ B എന്ന് മെൻഷൻ ചെയ്ത സ്ഥലത്ത് എഴുതേണ്ടി വരുന്നത് UQ എന്നാണ്. UQ, യുബിക്വിനോൺ എന്നാണ് പേര്. UQ, ഈ UQ ആണ് B എന്ന് എഴുതേണ്ട സ്ഥലത്ത് വേണ്ടിയത്. UQ എന്ന ആള് NADHൽ നിന്ന് വന്ന ഇലക്ട്രോണുകളെയും പിന്നെ പ്രോട്ടോണുകളെയും എടുത്ത് റെഡ്യൂസ് ചെയ്ത ഫോമാണ് UQH2. യുബിക്വിനോൺ ബിക്കംസ് യുബിക്വിനോൾ. ഓക്കെ, ഇനിയോ തേർഡ് കോംപ്ലക്സ് ആണ് ഈ നിൽക്കുന്നത്. 1നും 2വിനും ഇടയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് തേർഡ് കോംപ്ലക്സ് ആണ്. തേർഡ് കോംപ്ലക്സിന്റെ പേര് ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്യേണ്ടിയിരുന്നത് സൈറ്റോക്രോം B/C1 കോംപ്ലക്സ് എന്നാണ്. അതിലെ സൈറ്റോക്രോം C1 ഇവിടെ ഉണ്ട്. മിസ്സിംഗ് ആയ ആളെയാണ് C എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ആരാണ്? അത് സൈറ്റോക്രോം B ആണ്. ഇവിടെ സൈറ്റോക്രോം B എന്നുണ്ട്. ഇവിടുത്തെ സൈറ്റോക്രോം B ആണ് മക്കളെ C എന്ന് ലേബൽ ചെയ്യേണ്ട സ്ഥലത്ത് കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, സൈറ്റോക്രോം Bയും C1ഉം ചേർന്നതാണ് തേർഡ് കോംപ്ലക്സ്. ഓക്കെ, ഫസ്റ്റ് കോംപ്ലക്സിൽ നിന്നുള്ള ഇലക്ട്രോണിനെയും 3 സ്വീകരിക്കും. സെക്കൻഡ് കോംപ്ലക്സിൽ നിന്നുള്ള ഇലക്ട്രോണിനെയും 3 സ്വീകരിക്കും യൂസിങ് UQ, ദ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ യൂസ് ചെയ്തിട്ട്. അത് മെംബ്രെയിൻ അകത്തുള്ള ഇലക്ട്രോൺ കാരിയർ ആണ്. ഇനി നോക്കൂ, D എന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കോംപ്ലക്സ് 3ൽ നിന്ന് കോംപ്ലക്സ് 4ലേക്ക് ഇലക്ട്രോണിനെ കൊണ്ടുപോകുന്ന ഒരാളാണ്. അയാളൊരു മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ്. അയാളുടെ പേരാ മക്കളെ സൈറ്റോക്രോം C. സൈറ്റോക്രോം C എന്നാണ് പേര്. ഇവിടുത്തെ സൈറ്റോക്രോം C, ആ സൈറ്റോക്രോം C ആണ് മക്കളെ ഇതാ D എന്ന് മെൻഷൻ ചെയ്യേണ്ട സ്ഥലത്ത് കൊടുക്കേണ്ടത്. ആ സൈറ്റോക്രോം C എന്നതൊരു മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ്. ഇൻ ബിറ്റ്വീൻ ദ കോംപ്ലക്സ് 3 ആൻഡ് കോംപ്ലക്സ് 4 അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിന്റെ ഔട്ടർ സർഫസിലാണ്, അഥവാ ഇന്റർ മെംബ്രെയിൻ സ്പേസിനോട് അടുത്താണ്. സോ റിസോൾവ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. Again Krebs cycle, citric acid cycle, tricarboxylic acid cycle. Observe the schematic representation of Krebs cycle given. A, fill in the blanks A and B. ഓക്സാലോഅസിറ്റിക് ആസിഡ് എന്ന 4 കാർബൺ കോമ്പൗണ്ട് ഇതിലേക്ക് പുറമേ നിന്ന് വരേണ്ടിയിരുന്നത് ആരാണ്? അത് അസറ്റൈൽ കോഎൻസൈം A ആണ്. അസറ്റൈൽ കോഎൻസൈം A 2 കാർബൺ കൊണ്ട് വരണമായിരുന്നു. അപ്പൊ ഉണ്ടായ പ്രൊഡക്റ്റ് ആണ്, ഇവർ രണ്ടുപേരും കണ്ടൻസ് ചെയ്തുണ്ടായ പ്രൊഡക്റ്റ് ആണ് A എങ്കിൽ അത് ക്രബ്സ് സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിന്റെ പേര് മക്കളെ സിട്രിക് ആസിഡ് എന്നാണ്. എന്ന് ലേബൽ ചെയ്യേണ്ട സ്ഥലത്ത് സിട്രിക് ആസിഡ് എന്നാണ് ലേബൽ ചെയ്യേണ്ടത്. അതൊരു 6 കാർബൺ ആസിഡ് ആണ് സിട്രിക് ആസിഡ്. അത് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി 5 കാർബൺ കോമ്പൗണ്ട് ആയി ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. വീണ്ടും ഒരു കാർബൺ കൂടി റിമൂവ് ചെയ്താൽ 4 കാർബൺ സബ്സ്റ്റൻസസ് ആണ്. ലൈക്ക് സക്സിനൈൽ കോഎൻസൈം A GDP-നെ GTP ആക്കിക്കൊണ്ട് അവര് സക്സിനിക് ആസിഡ് ആകും.
FADH2 പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഫ്യൂമറിക് ആസിഡ് ആകും. അതൊന്നും ഇവിടെ മെൻഷൻ ചെയ്തില്ലെന്നേ ഉള്ളൂ, പാരഗ്രാഫിലുണ്ട് ബുക്കിലെ. എന്നിട്ട് ഫ്യൂമറിക് ആസിഡിൽ നിന്ന് പിന്നെ ഫോം ചെയ്ത ഒരു 4 കാർബൺ ആസിഡ് ആണ് ബി. അതപ്പോ നൺ അതർ ദാൻ മാലിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് മാലേറ്റ് ആണ്, മാലിക് ആസിഡ് ആണ് ബി. സോ അത്രേ ഈ ക്വസ്റ്റ്യൻ എഴുതേണ്ടതുള്ളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എ ആൻഡ് ബി. എ സിട്രിക് ആസിഡ്, ബി മാലിക് ആസിഡ്. Write down the step where substrate level phosphorylation occurs in Krebs cycle. Substrate ലെവലിൽ സബ്സ്ട്രേറ്റ് ആയി GTP-യിലേക്ക് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് GTP ഫോം ചെയ്ത സ്റ്റെപ്പ് ഇതാണ്. ഇവിടെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടക്കുന്നത്. പ്ലാന്റ് സെല്ലുകളിൽ GTP വളരെ ഷോർട്ട് ലിവ്ഡ് ആണ്. GTP വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് GDP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആകും. ആ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ADP-യിൽ ആഡ് ചെയ്ത് ATP ഫോം ചെയ്യും. അതാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടന്ന സ്റ്റെപ്പ്. അത് സക്സിനൈൽ കോഎൻസൈം എനെ സക്സിനിക് ആസിഡ് ആക്കുന്ന സ്റ്റെപ്പാണ്. While converting the succinyl coenzyme A into succinic acid, GTP പ്രൊഡ്യൂസ് ചെയ്യും. GTP കൺവേർട്ട് ചെയ്ത് ATP ആകും. അത് ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ മീഡിയേറ്റഡ് ATP സിന്തസിസ് ആണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. In glycolysis, ATP is utilized at 2 steps only. Write down these 2 steps. അത് ഗ്ലൈക്കോലൈസിസിന്റെ പ്രിപ്പറേറ്ററി ഫേസിലാണ്. ആദ്യം തുടങ്ങുന്നത് ഗ്ലൂക്കോസ് ആണ്. 6 കാർബണുകളുള്ള ഗ്ലൂക്കോസ്. അതിലേക്കൊരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോം ചെയ്യുക. ഐസോമറൈസേഷൻ ചെയ്താണ് അത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവുക. ഒരു ഫോസ്ഫേറ്റും കൂടി ആഡ് ചെയ്താണ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആവുക. ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്, ബൈഫോസ്ഫേറ്റ്, ഡൈഫോസ്ഫേറ്റ് എന്നൊക്കെ വിളിക്കാം. ഇതൊക്കെയാണ് ഗ്ലൈക്കോലൈസിസിന്റെ ഇനീഷ്യൽ സ്റ്റെപ്പുകളെ. ഇങ്ങനെയൊക്കെയാണ് കടന്നു പോണത്. അതിലെ ഗ്ലൂക്കോസ് 6 കാർബൺ ആണ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് 6 കാർബൺ ആണ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിന് 6 കാർബൺ ആണ്. ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിന് 6 കാർബൺ ആണ്. ഇവിടെ ATP യൂട്ടിലൈസ് ചെയ്തത് 2 സ്റ്റെപ്സിലാണ്. ഒന്ന് ഇവിടെയാണ് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കാൻ ഹെക്സോകൈനേസ് എൻസൈമിന്റെ പ്രസൻസിൽ ATP-യിലെ ഫോസ്ഫേറ്റ് എടുത്ത് ഗ്ലൂക്കോസിന്റെ 6th കാർബണിൽ ആഡ് ചെയ്താണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. രണ്ടാമത്തെ ATP കൺസംഷൻ നടന്നത് ഇവിടെയാണ്. എപ്പോഴാണ്? ഒരു ഫോസ്ഫേറ്റ് ഉള്ള 6th കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് ഉള്ള ഫ്രക്ടോസ് ആയ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആക്കാൻ വേണ്ടി ഒരു ATP കൂടി എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട്. So these are the 2 steps where the 2 ATP are consumed during glycolysis. The steps are, the first one, while converting glucose into glucose 6 phosphate, and then while converting the fructose 6 phosphate into fructose 1,6 bisphosphate, a total of 2 ATP are expelled. Okay? The next question. Name the products obtained from anaerobic respiration by yeast. Yeast ചെയ്യാറുള്ളത് alcoholic fermentation ആണ്. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ മോസ്റ്റ് കോമൺ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയ ഗ്ലൂക്കോസ് എന്ന 6 കാർബൺ കോമ്പൗണ്ടിന് നടക്കുകയാണെങ്കിൽ ഗ്ലൈക്കോലൈസിസിന്റെ ഭാഗമായി മക്കളെ ആകെ 2 പൈറുവിക് ആസിഡ്സ് അഥവാ പൈറുവേറ്റ്സ് ഫോം ചെയ്യും. അതെല്ലാ കൈൻഡ് ഓഫ് റെസ്പിറേഷനിലും കോമൺ ആണ്. ഓരോ പൈറുവിക് ആസിഡിനും 3 വീതം കാർബണുകളാണ് ഉണ്ടാവുക. എന്നിട്ട് അവർക്ക് നടക്കാൻ പോണത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണെങ്കിൽ ഓരോ പൈറുവിക് ആസിഡുകളും ഓരോ കാർബൺ ഡൈ ഓക്സൈഡുകളെ വീതം എമിറ്റ് ആക്കും. എന്നിട്ട് അസറ്റാൽഡിഹൈഡുകളെ പ്രൊഡ്യൂസ് ആക്കും. അസറ്റാൽഡിഹൈഡുകൾക്ക് റിഡക്ഷൻ നടന്നിട്ട് എഥനോൾ ഉണ്ടാവും. എഥനോൾ ഫോം ചെയ്യും. എഥനോളുകൾക്ക് എത്ര വീതം കാർബൺ ആണെന്ന് അറിയാലോ? 2 കാർബൺ പ്രൊഡക്ട്സ് ആണ് എഥനോൾസ്. ഓരോ കാർബൺ റിമൂവ് ആയതുകൊണ്ടാണ്. അഥവാ ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ ഒരു ഗ്ലൂക്കോസിന് ഫെർമെന്റേഷൻ നടന്നാൽ 2 കാർബൺ ഡൈ ഓക്സൈഡുകളും 2 ഉണ്ടാവും, എഥനോളുകളും 2 ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എങ്ങനെ? 6 കാർബണുകളുള്ള ഗ്ലൂക്കോസിൽ നിന്ന് നോക്കൂ, ഓരോ കാർബൺ വീതം 2 കാർബൺ ഡൈ ഓക്സൈഡ് ആയി പോവും. 2 കാർബൺ വീതമുള്ള എഥനോളുകൾ 2 ഉണ്ടാവും എന്നതാണ് പ്രോഡക്ട്സ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്ലൈക്കോലൈസിസിന്റെ സ്കീമാണ്. Glycolysis is the partial oxidation of glucose to produce 2 molecules of pyruvic acids. Where does glycolysis occur? നമ്മൾ പറഞ്ഞതുകൊണ്ട് ഓൾറെഡി പറയാം, സൈറ്റോപ്ലാസമിൽ വെച്ചാണ്. സൈറ്റോപ്ലാസമിലാണ് ഗ്ലൈക്കോലൈസിസ് നടക്കുക. സൈറ്റോപ്ലാസം ആണ് അതിൻ്റെ സൈറ്റ്. എയറോബിക് റെസ്പിറേഷനിലും അനഎറോബിക് റെസ്പിറേഷനിലും അത് കോമൺ ആണ്.
ഇനിയോ steps of glycolysis are given below. Fill up the blank boxes. Yeah, let us try. ആരൊക്കെ ഫിൽ ചെയ്യേണ്ടി വരാം നോക്കാം. ഗ്ലൂക്കോസിൽ നിന്ന് ഫോം ചെയ്ത എ അപ്പം ആരായിരിക്കും? അത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിരിക്കും. ഐസോമറൈസ് ചെയ്താൽ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്. ഒരു ഫോസ്ഫേറ്റ് കൂടി ആഡ് ചെയ്താൽ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്. സ്പ്ലിറ്റ് ചെയ്തതാണ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും. അതിൽ നിന്ന് കിട്ടുന്ന 2 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആരായിരിക്കും ആ 2 പ്രൊഡക്ട്സ്? അത് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്സ് ആണ്. 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്സ്. 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്സ്. ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്സ്. പിന്നെയാണ് അത് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്സ് ആവുന്നത്. ശേഷം അത് 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. പിന്നീട് അത് 2-ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ്സ് PEPകളായി മാറും. ഫൈനലി കീ പ്രൊഡക്ട്സ് ആയി പൈറുവിക് ആസിഡ്സും. സോ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്, fructose 1,6 bisphosphate, glyceraldehyde 3-phosphate and dihydroxyacetone phosphate, 1,3 bisphosphoglyceric acid, 3-phosphoglyceric acid, 2-phosphoglyceric acid, phosphoenol pyruvic acids and pyruvic acids. ഇതിൽ ATPകൾ സ്പെൻഡ് ചെയ്യുന്ന 2 സ്റ്റെപ്സ് ഉണ്ട്. അത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കാൻ ഒരു ATP മൈനസ് ആണ് ചെലവാക്കി. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആക്കാനും ഒരു ATP മൈനസ് ആക്കി. ഓക്കെ, ഇനി എവിടെയാണ് ഇതിന് ഓക്സിഡേഷൻ നടന്നത്? ഇതാ ഗ്ലിസറാൾഡിഹൈഡ് ആയ ആൽഡിഹൈഡ് ഗ്ലിസറിക് ആസിഡ് ആകുന്ന ഈ സ്റ്റെപ്പിലാണ് അവിടെ എന്ത് നടന്നത്? ഓക്സിഡേഷൻ. അപ്പോഴാണ് ഹൈഡ്രജൻ റിലീസ് ചെയ്തത്. ആ ഹൈഡ്രജനുകളെ NAD ആഡ് ചെയ്ത് 2 NADHകൾ ഉണ്ടാവുന്ന സ്റ്റെപ്പാണിത്. ഓക്കെ, പിന്നെ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്സ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്സ് ആക്കുമ്പോൾ ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അത് ADP ആഡ് ചെയ്ത് ഇവിടെ 2 ATPകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഫൈനൽ സ്റ്റെപ്പായ ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ്സിനെ പൈറുവിക് ആസിഡ്സ് ആക്കുന്ന സ്റ്റെപ്പിലും 2 ATPകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആകെ എക്സ്പെൻസ് 2 ATPകളും ആകെ പ്രൊഡക്ഷൻ 4 ATPകളും 2 NADHകളുമാണ്. ബാലൻസ് ചെയ്താൽ നെറ്റ് ബാലൻസിൽ 2 ATPകളും 2 NADHകളുമാണ്. ഇതാണ് ഗ്ലൈക്കോലൈസിസ്. സോ നമ്മുടെ മേജർ ഏരിയ ടച്ച് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. സോ പ്രാക്ടീസ് വെൽ ആൻഡ് be an achiever. Thank you so much for watching and listening. Wishes and greetings from the team Universal. Thank you.